രാപ്പകൽ സമരം അത് 129 ദിവസത്തിലേക്ക് എത്തുന്നു. 45 ദിവസം മുമ്പ് അവർ ആരംഭിച്ച യാത്ര ഇന്ന് മഹാറാലിയായി തലസ്ഥാന നഗരത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവസാനിക്കുമ്പോൾ ചെറുതായി കാണാൻ കഴിയില്ല ആശാപ്രവർത്തകരുടെ സമരത്തെ. സമരസമിതി നേതാവ് എം.എ. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും മെയ് 5 ആരംഭിച്ച യാത്ര 45 ദിവസം പിന്നിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തിയത്. ഈ മഹാറാലിയിൽ 1000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാലഘട്ടത്തിലെ മഹാറാലി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവ് ഒപ്പുവെക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കും. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ട്. ഒരു സംശയവും വേണ്ട. ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ, ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആവേശപൂർവ്വം സമരം ചെയ്യുന്ന എന്റെ സഹോദരിമാർക്കുള്ള വാക്കാണ്. ആ വാക്ക് ഞങ്ങൾ പാലിക്കും. സമര നേതാവ് എം.എ. ബിന്ദുവിന്റെ നേതൃത്വത്തിലായിരുന്നു കാസർഗോഡ് നിന്നും ഈ മഹാറാലിയുടെ തുടക്കം. ഇപ്പോൾ ബിന്ദു നമുക്കൊപ്പം ചേരുകയാണ്. തെരുവിൽ ഭക്ഷണം കഴിച്ചും തെരുവിൽ ഉറങ്ങിയുമായിരുന്നു ഈ സമരവുമായി മുന്നോട്ട് പോയത്. മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ സമരത്തിന്റെ ഒരു രാത്രി? ഇല്ല, മഴയത്ത് ഞങ്ങൾ തെരുവിൽ തന്നെ കിടന്നു. അവരുടെ ഏറ്റവും ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് വളരെ വേറിട്ടൊരു അനുഭവമാണ് നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ ജീവിതകാലത്തിനിടയിലുള്ളത്. അതെന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളം അങ്ങനെ നമുക്ക് നിരാശപ്പെടേണ്ടുന്ന ഒരു നാടല്ല. ഏത് നല്ലതിനെയും പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുന്നവരാണ്. അത്തരത്തോളം ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരളത്തിലുള്ളവർ എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു നമ്മുടെ ഈ യാത്ര. സമരത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ്? സമരം ഞങ്ങൾ ഇവിടെ തുടരും. ഈ ഡിമാൻഡ് അംഗീകരിച്ചു തരുന്നവരെ ഞങ്ങൾ സമരം തുടരും. 129 ദിവസം പിന്നിടുന്ന ആശാപ്രവർത്തകരുടെ സമരം ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഒരിറ്റ് പോലും പിന്നോട്ടില്ല എന്നവർ വ്യക്തമാക്കുന്നു. മുന്നോട്ട് വെച്ച വേതനവർദ്ധന ആവശ്യം സർക്കാർ അംഗീകരിക്കുന്നവരെ ഇവിടെ സമരം തുടരും. അടുത്ത ഘട്ട സമര പരിപാടി ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരികുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.